ഇന്ന് നല്ല ഉത്സാഹത്തിലാണ് ഉണ്ണിക്കണ്ണൻ. എല്ലാ വർഷത്തെയും പോലെ കണ്ണൻ ഇന്ന് ഏട്ടനെ കാണാൻ പോണ ദിവസം. അച്ഛൻ തിരുമേനി, ഇന്ന് എന്താ വിശേഷം എന്ന് അറിയോ? തൃപ്പൂണിത്തറ വലിയ അമ്പലത്തിലെ ശ്രീ പൂർണ്ണത്രേശന് ഇന്ന് തൃക്കേട്ടപ്പുറപ്പാടാണ്. അറിയാൻ കണ്ണാ, അവിടെ വൃശ്ചികോത്സവം കൊടി കയറിയിരിക്കണു. ഗുരുവായൂർ ഏകാദശി വിളക്ക് പോലെയാണ് അവിടെ പൂർണ്ണത്രേശന് വൃശ്ചികോത്സവം. അച്ഛൻ തിരുമേനിക്ക് അറിയോ, പണ്ടൊരിക്കൽ വൃശ്ചിക മാസത്തിലെ തൃക്കേട്ടയുടെ അന്നാണ് വില്വമംഗലം സ്വാമികൾ അവിടെ ഉത്സവം കൂടാനെത്തിയത്. ശ്രീലകത്ത് തൊഴുവാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഏട്ടനെ ശ്രീലകത്ത് എങ്ങും കണ്ടില്ല. ഏട്ടനെയോ? സന്താനഗോപാലനായ സാക്ഷാൽ ശ്രീ പൂർണ്ണത്രേശൻ. അദ്ദേഹം ശ്രീലകത്ത് ഭഗവാനെ കാണാതെ ആയപ്പോൾ അന്വേഷിച്ച് നാലമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് എന്താ? ഞാനും ഏട്ടനും ആനപ്പുറത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കണം. അച്ഛൻ തിരുമേനി ചിരിച്ചു. കുറുമ്പ് കുറച്ചു മണിയൊന്നും അല്ലല്ലോ കണ്ണാ. അത് പിന്നെ 15 ഗജവീരന്മാര് ചമഞ്ഞൊരുങ്ങി ഇങ്ങനെ സ്വർണ്ണ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി സ്വർണ്ണത്തിടം വേറ്റി വെഞ്ചാമരയും ആലവട്ടവും ഗംഭീരമേളവും ഒക്കെ ആയിട്ട് എന്താ ഒരു ഭംഗി, എന്താ ഒരു ആനന്ദം. സ്വർണ്ണക്കുടത്തിൽ കാണിക്കയിടാനായിട്ടോ പൂർണ്ണവേദപുരിയിലെ ഭക്തന്മാരെല്ലാവരും ആ അമ്പലമുറ്റത്തുണ്ടാവും അന്ന്. ആ കാഴ്ച കാണാൻ ഞാനും ഏട്ടനും ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോഴാണ് വില്വമംഗലം സ്വാമികൾ അവിടെ എത്തണേ. കണ്ടുപിടിച്ചില്ലേ, ശ്രീലകത്തിരിക്കാതെ ആനപ്പുറത്ത് ഏറിയിരിക്കണ ഞങ്ങളെ കണ്ടു. കണ്ണൻ പൊട്ടി പൊട്ടി ചിരിച്ചു. കണ്ണൻ്റെ വർണ്ണന കേട്ടിട്ടാണെങ്കിൽ അച്ഛൻ തിരുമേനി ആ കാഴ്ച കൺമുൻപിൽ കണ്ട പോലെ. സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ വൈകുണ്ഠനാഥനായ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഒരുമിച്ച് ഒരു സന്നിധിയിൽ കാണാനുള്ള സൗഭാഗ്യം എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ അമ്പലമുറ്റത്തെ ഓരോ മൺതരികൾ അനുഗ്രഹീതമാകുന്നു. അവിടെ എത്താൻ സാധിക്കുന്ന എല്ലാ ഭക്തർക്കും, എത്തുവാൻ സാധിക്കാത്ത എന്നാൽ മനസ്സാൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തർക്കും ശ്രീ പൂർണ്ണത്രേശൻ്റെ വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിറഞ്ഞു വർഷിക്കട്ടെ. ശ്രീ പൂർണ്ണത്രേശാ ശരണം. സർവം കൃഷ്ണാർപ്പണമസ്തു.